ഹലോ കൂട്ടുകാരി, നമ്മളെല്ലാം റെഡിയാണ്. അപ്പോൾ ഇന്നാണ് നിവ്യയുടെ വെഡ്ഡിങ്ങിൻ്റെ തലേ ദിവസം. അപ്പോൾ എൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പം എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? അപ്പം ഞങ്ങളെല്ലാം റെഡി ആയിട്ട് നേരെ അവളുടെ വീട്ടിലേക്ക് വിട്ടു. ഒരു ഈവനിങ് ഒക്കെ ആയപ്പോഴാണ് ഞങ്ങൾ റെഡി ആയിട്ട് അങ്ങോട്ട് എത്തിയത്. അപ്പം ഒരുവിധം ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങി. ഞങ്ങൾ വന്ന സമയത്ത് നിവ്യ ഫ്രണ്ടിലുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പോയി നോക്കുമ്പോഴാണ് അവിടുന്ന് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് ഡ്രസ്സൊക്കെ ആയിട്ട് വന്നതായിരുന്നു. അപ്പോൾ അവരെ കൂടെ അവൾ ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവൾ അവിടെ ചായ കുടിച്ചിരിക്കട്ടെ. അപ്പോൾ പിന്നെ ഞങ്ങളവിടെ ഇരുന്നു. ഞങ്ങളവിടെ ഒരു മൂല നോക്കി അവിടെ ഇരുന്നു. പിന്നെ അവളുടെ 2 കസിൻസാണിത്. അവരോടൊക്കെ കഥയൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ വയനാട്ടിലാണെങ്കിൽ ക്യാമറാമാൻ്റെ കൂടെ ഒരു പയ്യനുണ്ടായിരുന്നു. അവൻ നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ അവൻ്റെ തോളിൽ കയറിയിട്ടുണ്ട്, അവിടെ കിടക്കുകയാണ്. നല്ല ക്യൂട്ടായിട്ടുണ്ട് അല്ലേ? നേരത്തെ പറഞ്ഞില്ലേ 2 കസിൻസ് ഉണ്ടെന്ന്, അവരാണിവർ. ഒന്ന് നവനീതും ഒന്ന് അബിയുമാണ്. രണ്ടാളും നല്ല വൈബാണ്. ഞങ്ങൾ ഏതൊരു കഥ പറഞ്ഞ് ഇരിക്കുകയും ചെയ്യും. ഇവിടെ അവളുടെ ഫാമിലിയിൽ എനിക്ക് കുറച്ചുകൂടി കമ്പനിയാകാൻ പറ്റുന്ന അവരുമായിട്ടാണ്. പിന്നെ അവളുടെ മാമൻ്റെ മോളും ഉണ്ട്, നവനീൻ്റെ അനിയത്തിയാണ്. അപ്പോൾ നമ്മളുടെ കല്യാണ പരിപാടികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തലേ ദിവസമാണല്ലോ, അതുകൊണ്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. മഴയുണ്ട് ചെറുതായിട്ട്, മഴയൊന്നും കാര്യമാക്കുന്നില്ല, എല്ലാവരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മളെ പെണ്ണ് നേരെ സ്റ്റേജിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെറുതായി വീഡിയോ കൊടുക്കുന്നുണ്ട്, അപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നോക്കി ചിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരെ വിട്ടു ചായ കുടിക്കാനായിട്ട്. നമുക്ക് സാമ്പാറും വടയുമായിരുന്നു. അപ്പോൾ ഇതാ എൻ്റെ അച്ഛനാണ് ചായ തരുന്നത്. അപ്പം ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. അമ്മ സാമ്പാർ വാങ്ങിച്ചില്ല, ഞാൻ സാമ്പാറും വടയാണ് വാങ്ങിച്ചത്. അതൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ നേരെ എൻ്റെ 2 ഫ്രണ്ട്സും കൂടെ വരാനുണ്ടായിരുന്നു. അപ്പോൾ അഭിവന്റെയും ഷിബിനേൻ്റെ ആണെങ്കിൽ അവളുടെ വെഡ്ഡിങ് നെക്സ്റ്റ് വീക്കാണ്. അപ്പോൾ എടുത്തെടുത്താണ് നമ്മളുടെ വെഡ്ഡിങ് വരുന്നത്. പിന്നെ ഞങ്ങളൊരു ഫോട്ടോ ഫ്രെയിമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നിവ്യയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ അതൊക്കെ അവർക്ക് കൊടുത്തു. അപ്പോൾ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. അവൾ പോകുന്ന വിഷമമുണ്ട്, എന്നാലും ഞങ്ങൾ കല്യാണം നമ്മൾ എൻജോയ് ചെയ്യണമല്ലോ, അത് നമുക്ക് ഒരിക്കലല്ലേ വരുള്ളൂ. അപ്പോൾ അത് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഓരോ തമാശകളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഞങ്ങൾ 3 കൂടെ ഒരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളൊരു മെമ്മറി ആണല്ലോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ നിരന്ന് നിന്നു. ക്യാമറാമാൻ ഫോട്ടോ ഒക്കെ എടുത്തു.
അപ്പോൾ കൂട്ടുകാരെ, നമ്മളുടെ വെഡ്ഡിങ് ഡേൻ്റെ തലേന്ന് അങ്ങനെ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളെല്ലാവരും കൂടെ എൻജോയ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ സമയം രാത്രി ഒരു 11:30 ആയിട്ടുണ്ട്. അപ്പോൾ ഫുൾ DJ വെച്ച് നമ്മൾ ആർമാദിക്കുകയാണ്. അപ്പോൾ കല്യാണം പെണ്ണും കൂടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ അടിച്ച് പൊളിച്ച് തിമിർത്ത് കളിച്ചു എന്ന് വേണം പറയാൻ. കാരണം എല്ലാ പരിപാടിക്ക് പോലെ ഞാനും അവളും എൻ്റെ ഫ്രണ്ട്സും എല്ലാം കൂടെയാണ് കളിക്കുക. ഇനിയിപ്പോൾ അവളുടെ കൂടെ ഇനിയിപ്പോൾ കളിക്കാൻ പറ്റും, പക്ഷേങ്കിൽ ഈ ഒരു നമ്മളെ ഒരു ഇപ്പോൾ ഉള്ള ഒരു ബോണ്ടിങ്ങിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടായിരിക്കും ഞാനും അവളും ആർമാദിച്ചെന്നെ കളിച്ചിട്ടുണ്ട്. അപ്പം വളരെ സന്തോഷമായിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഡേയിലെ കല്യാണ വീഡിയോ നമുക്ക് കാണാം. ബൈ ബൈ.